അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഒരു അടിപൊളി പ്രൊമോ വീഡിയോ വന്നിരിക്കുകയാണ്. നമ്മുടെ പത്തരമാറ്റിൻ്റെ പ്രൊമോ വീഡിയോ വന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ടൊരു കാര്യം, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പ്രൊമോ വീഡിയോയിലേക്ക് പോകാം. പ്രൊമോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുത്തശ്ശൻ്റെ അടുത്താണ്. നമ്മുടെ മുത്തശ്ശൻ്റെ അടുത്ത് നമ്മുടെ ദേവയാനി നിൽക്കുകയാണ്, ഒപ്പം നമ്മുടെ നയനയുണ്ട്. അപ്പോൾ ദേവയാനി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കനക പറഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ, ഈ വീട്ടിൻ്റെ നിലനിൽപ്പ് എൻ്റെ നയനമോളുടെ കയ്യിലാണെന്നും അവളില്ലെങ്കിൽ ഇവിടെ ഒരു കാര്യവും നടക്കില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ദേവയാനി ഇനി നയന അവിടെ ഒന്നുമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ദേവയാനി ഓരോരോ കാര്യങ്ങൾ, നയന ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ദേവയാനി നേരെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ്റെ മരുന്ന് ബോക്സ് എടുക്കുകയാണ്. അതിൽ നിന്നൊരു ഗുളിക എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അച്ഛാ, ഇതല്ലേ അച്ഛൻ ഇപ്പോൾ കഴിക്കേണ്ട ഗുളിക? അപ്പോൾ ഉടനെ മുത്തശ്ശൻ പറയണം, അയ്യോ ഇതല്ല മോളെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ നയനയും ഒപ്പം ഉണ്ട്. അപ്പോൾ നയന പറയണം, അല്ലമ്മേ ഇത് BP കൂടുമ്പോൾ കൊടുക്കേണ്ട ഗുളികയാണ്, മറ്റു ഗുളിക ഞാൻ എടുത്തു തരാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ നയന ഗുളിക എടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മൂർത്തി മുത്തശ്ശൻ പറയുകയാണ്, എന്താ മരുമകൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ അമ്മായിയമ്മയാണോ ഏറ്റെടുത്ത് ചെയ്യാൻ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നീട് നമ്മുടെ ആദർശിനെ കാണിക്കുകയാണ്. ആദർശൊക്കെ ഇരിക്കുന്ന സമയത്തിന് ജ്വല്ലറിയിൽ നിന്ന് ആളുകൾ വരികയാണ്. ജ്വല്ലറിയിൽ നിന്ന് പുതിയ ഓർഡർ കൊടുക്കാനായിട്ട് ആളുകൾ വരികയാണ്. വരുമ്പോൾ കുറച്ച് ഡിസൈനൊക്കെ അവരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ ഡിസൈനൊക്കെ പരിശോധിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ആദർശ് പറയുകയാണ്, ഇവൾ നന്നായിട്ട്, അതായത് നയനയാണ്, കനകയും എല്ലാവരും ഉണ്ട് ഇത് പറയുന്ന സമയത്ത്, ഇവൾ നന്നായിട്ട് ഡിസൈനൊക്കെ ചെയ്യും, പക്ഷേ മോഡേൺ ഡിസൈൻ ചെയ്യാൻ ഇവൾക്ക് അത്ര വശമില്ല എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഇങ്ങനെ കനക ഇങ്ങനെ നോക്കുകയാണ്, നമ്മുടെ നയനയെ നോക്കുകയാണ്. അപ്പോൾ നയനയ്ക്ക് നല്ല വിഷമമാവുകയാണ് അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ. കാരണം നയന നന്നായിട്ട് ഡിസൈൻ വരയ്ക്കുമല്ലോ. അപ്പോൾ ആദർശ് അങ്ങനെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുമ്പോൾ അത് നയനയ്ക്ക് നല്ല വിഷമം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മുടെ ജലജ മകനോട് പറയുകയാണ്, അഭിയോട് പറയുകയാണ്, അഭി ഇതിപ്പോൾ നിൻ്റെ സമയമാണ്, നിനക്ക് നിൻ്റെ കഴിവ് തെളിയിക്കാൻ പറ്റിയ സമയമാണ്. ഇപ്പോൾ വന്ന ആളുകൾക്ക് ആദർശും അവൻ്റെ അച്ഛനും കൂടി കുറേ ഡിസൈനൊക്കെ കാണിച്ചു കൊടുത്തു, പക്ഷേ അതവർക്ക് അത്ര തൃപ്തി വന്നിട്ടില്ല. ഇനി നീ വിചാരിക്കണം, നീ നല്ലതുപോലെ ഡിസൈൻ നീ മനസ്സ് വെച്ച് നീ ഒന്ന് വരച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിൻ്റെ കഴിവ് തെളിയിക്കുകയാണെങ്കിൽ നിനക്കിവിടെ വിലയുണ്ടാവും എന്നിങ്ങനെ നമ്മുടെ ജലജ നമ്മുടെ അഭിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കനകയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു ജോലിക്കാരി വെക്കുന്നത് എന്ന് പറഞ്ഞാൽ അനന്തപുരിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പൂവ് എടുക്കുന്നതിനേക്കാളും എളുപ്പമായിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു ജോലിക്കാരെ വെക്കുന്നതിനോ ഒന്നല്ല ഒരു 9 പേരെ വെക്കുന്നതിന് നമുക്ക് ആർക്കും ഒരു പ്രശ്നമില്ല, അവർക്ക് പൈസ കൊടുക്കുന്നതിനും ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് നമുക്ക് നയനയില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ദേവയാനി നമ്മുടെ കനകയോട് പറയുന്നത്. ഇതാണ് നമ്മുടെ പ്രൊമോ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇന്നത്തെ പ്രൊമോ വീഡിയോ നല്ല അടിപൊളി പ്രൊമോ വീഡിയോ ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നാളത്തെ എപ്പിസോഡ് ഇതിനേക്കാളും അടിപൊളിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ എല്ലാവരും നാളത്തെ എപ്പിസോഡ് കാണാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. നാളെ രാവിലെ ഞാനിതിൻ്റെ എപ്പിസോഡുമായിട്ട് പറന്നെത്തുന്നതായിരിക്കും. അതിനു മുമ്പ് പറയേണ്ട ഒരു കാര്യം, ഞാൻ ഈ എപ്പിസോഡുമായിട്ട് ഇങ്ങനെ പറന്ന് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.